കോട്ടയത്ത് കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തു നിന്നിട്ടുള്ള ഒരു കത്താണ്. വളരെ ഹൃദയവേദനയോടെയാണ് ഈ കത്ത് അയക്കുന്നത്. സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടിതിന് മറുപടി നൽകണം. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. ഒരു അമ്മയാണ് കത്ത് അയക്കുന്നത് കേട്ടോ. അറ്റാക്ക് ആയിരുന്നു, നെഞ്ചുവേദന വന്നപ്പോഴൊക്കെ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഒടുവിൽ ഞങ്ങളെ വിട്ടുപോയി. ഈ സാധാരണ ഒത്തിരി പേര് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ നെഞ്ചുവേദനയൊക്കെ വരുമ്പോൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്വയം രോഗം ഡിറ്റക്ട് ചെയ്തിട്ട് മരുന്ന് കഴിക്കുന്ന രീതിയുണ്ട്. ആ സ്വഭാവം മാറ്റണം. അപ്പൊ എന്തായാലും അച്ഛൻ മരിച്ചു. ഞാനും മകളും തനിച്ചാണ് ഇപ്പോൾ വീട്ടിൽ താമസം. മകൾ ബികോം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. വിവാഹാലോചനകൾ നടന്നു വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. മകളുടെ ജാതകക്കുറിപ്പ് നോക്കാനായി ഞാൻ അടുത്തിടെ ഒരു ജ്യോത്സ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഭർത്താവ് മരണപ്പെടാനും മകളുടെ വിവാഹം നടക്കാതിരിക്കാനുമായി ആരോ ആഭിചാരം ചെയ്തു എന്നാണ്. അഥർവവേദത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത് എന്നും പറഞ്ഞു. സഹോദര സ്ഥാനമുള്ളവരാണത്രേ. അതിന് പരിഹാരമായി ശത്രുസംഹാര ഹോമം കഴിക്കണം. 35,000 രൂപ ചെലവ് വരും. ഇപ്പോൾ എന്നെ കൊണ്ട് അതിന് നിവൃത്തിയില്ല സാർ. അത് ചെയ്താലേ മോളുടെ വിവാഹം നടക്കുവോ? ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബം അടുത്തുണ്ട്. അവർ പറഞ്ഞു അവരുടേതിൽ ഇതൊന്നും ഇല്ല. അവരുടേതിൽ ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ അവരുടെ മതത്തിൽ ഇതൊന്നുമില്ല. പള്ളിയിൽ കൂടെ എല്ലാ ആഴ്ചയും ചെല്ലാൻ അങ്ങനെ പോകുന്നത് നല്ലതാണോ? മോളുടെ വിവാഹം എന്ന് നടക്കും. ശത്രുദോഷം മാറാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് അമ്മ കത്തയച്ചിട്ടുള്ളത്. അമ്മേ, ഒന്ന്, ഇത് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളൊന്നുമല്ല. ഇതൊന്നുമല്ല ഹിന്ദുമതം വിഭാവനം ചെയ്യുന്നതോ ഹിന്ദുമതത്തിൽ പറയുന്നതോ. പുറത്തിരുന്നുകൊണ്ട് ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, പുറത്തിരുന്നുകൊണ്ട് ഒരാൾ നമ്മളെ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത അപകടമാണ്, അപഹാസ്യമാണ്. ആ അമ്മ ഇപ്പൊ എഴുതിയത് വെച്ചിട്ട് ഭർത്താവ് മരണപ്പെട്ടതും മകളുടെ വിവാഹം നടക്കുന്നതിനും ആയിട്ട് പുറത്തു നിന്നാരോ സഹോദര സ്ഥാനത്തുള്ള ഒരാൾ, ആ ദിവസമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരാൾ അമ്മയെ വിളിക്കുന്നത്. അമ്മ കറക്റ്റായിട്ട് അമ്മയുടെ ചിന്ത അയാളുടെ അടുത്തേക്ക് പോവും, അയാളാണ് ചെയ്തതെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ആളുകൾ തമ്മിൽ ശത്രുത ഉണ്ടാകുന്നത്. ഇതൊന്നുമല്ല ഹിന്ദുമതം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത്. അമ്മയുടെ വീടിന് അടുത്തുള്ള ക്രിസ്ത്യൻ ഫാമിലി, അമ്മ ഓൾറെഡി സഹായിച്ചു വരുന്ന ആളുകളാണ്, നല്ല മനുഷ്യരാണ്. അവരോട് ചെന്ന് അമ്മ ഇത് പറഞ്ഞപ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? ഹിന്ദുമതത്തിൽ ഇങ്ങനെയാണ്, മൊത്തം ശത്രുദോഷവും ആഭിചാരവും മന്ത്രവാദവും ഒക്കെയാണെന്ന് വിചാരിക്കും. തെറ്റായ ഒരു ഫീഡ്ബാക്കാണ് നമ്മളുടെ സംസ്കാരത്തെ പറ്റി, ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ പറ്റി തെറ്റായ ഒരു ഫീഡ്ബാക്കാണ് ആ വീട്ടുകാർക്കും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന. അതൊരു തെറ്റാണ്. കാരണം ഹിന്ദുമതം അതല്ല. അമ്മ അങ്ങനെ പുറത്തിരുന്നു കൊണ്ട് ഒരാൾക്ക് ഒരു ശത്രുദോഷം നടത്തി മറ്റൊരാളെ നശിപ്പിക്കാൻ സാധ്യമേ അല്ല. അമ്മ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. RSSലൂടെ വളർന്നു വന്ന നരേന്ദ്രമോദി എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും ഹിന്ദു മതവും ഹിന്ദു ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നതാണ്. കാരണം ബാലഗോകുലങ്ങളിലൊക്കെ അതാണ് പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പഠിച്ചു വളർന്നു വന്ന ആളുകൾ തീർച്ചയായും അഥർവവേദവും പഠിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ ഈ പാകിസ്ഥാനെതിരെ ഈ സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തി റിസ്ക് എടുക്കുന്നതിന് പകരം ഈ ഇന്ത്യയിലെ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി ഈ മന്ത്രവാദികളെ അങ്ങോട്ട് കൊണ്ടുവരുത്തി നല്ലോണം ഒരു ശത്രുസംഹാര ഹോമം നടത്തിയാൽ പോരെ? വല്ല പ്രശ്നമുണ്ടോ? എന്തിനാണ് ഈ പാകിസ്ഥാനോടും ചൈനയോടും ഒക്കെ നമ്മളിങ്ങനെ ഈ അതിർത്തിയിൽ ഒരുപാട് പൈസ മുടക്കി വെറുതെ തോക്കുമൊക്കെ ആയിട്ട് പട്ടാളക്കാരെ നടത്തുന്നത്? ഇവരെ കൊണ്ടുവന്നിരുത്തി അങ്ങ് മന്ത്രവാദം ജയിച്ചാൽ പോരെ? അപ്പൊ അത് നടക്കില്ല എന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അമ്മ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ 1 വർഷമായി എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഇട്ടിട്ട് എന്നെ ഒന്ന് ശത്രുദോഷം നടത്തി കൊന്നു വരും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പരസ്യമായ കാര്യമാണ്. എന്തുകൊണ്ട് എന്നോട് ചെയ്യാൻ കഴിയുന്നില്ല? അമ്മ, ഇതല്ല നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ പുറത്തിരുന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഈ ഹാർട്ടിന് കംപ്ലൈന്റ് വരുമ്പോൾ ഗ്യാസ് ആണ്, വയറിന് പ്രശ്നം വരുന്നതാണെന്ന് വിചാരിച്ച് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ച ധാരാളം ആളുകളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്. അതൊന്നും ശത്രുദോഷത്തിന്റെ ഭാഗമല്ല. പിന്നെ അമ്മയുടെ മകളുടെ കല്യാണത്തിന്റെ അമ്മ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചത് വെച്ചിട്ട് സമയം കിടക്കുന്നേ ഉള്ളമ്മേ. അമ്മ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ കുട്ടിക്ക് സമയമുണ്ട്. ധൃതി പിടിക്കാതെ ഒരു ജോലിയൊക്കെ നേടിയെടുക്കാൻ അയാളോട് പറയൂ. ആവശ്യമില്ലാണ്ട് ആരെയും പറ്റി ശത്രുത സ്ഥാനത്തൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു ഹോമം ഒന്നും നടത്തണ്ട. 35,000 രൂപയൊന്നും ചെലവാക്കണ്ട. സമാധാനമായിട്ടിരിക്കെ. അങ്ങനൊന്നുള്ള കാര്യമല്ല. മോൾക്ക് വിവാഹത്തിന് ഇനിയും സമയമുണ്ട്. അമ്മയുടെ ആശങ്കയാണ് ബാക്കി മൊത്തവും. ആ ആശങ്കകൾ മാറ്റി നല്ല വിശ്വാസം പുലർത്താൻ നോക്കുക. പള്ളിയിൽ പോകുന്നത് കൊണ്ട് തെറ്റല്ല, പക്ഷെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അമ്മ പള്ളിയിലേക്ക് പോകരുത്. അമ്മ അമ്പലങ്ങളിൽ തന്നെ പോയി പ്രാർത്ഥിക്കൂ. തീർച്ചയായും അമ്മയ്ക്ക് നല്ലൊരു ജീവിതം, മകൾക്കും നല്ലൊരു ജീവിതം കിട്ടും. അതിലൂടെ അമ്മയ്ക്കും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിന് സാധിക്കും.